ബ്രേക്കിംഗ് അലാറം മുഴങ്ങിക്കഴിഞ്ഞു. ഇന്ന് എന്തുകൊണ്ടാണ് ബ്രേക്കിംഗ് അലാറം വൈകിയെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബ്രേക്കിംഗുമായി നമുക്കൊപ്പം നിൽക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ്. എന്താണ് പ്രവീൺ പുരുഷോത്തമൻ്റെ ബ്രേക്കിംഗ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് നമുക്കൊരു പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഇപ്പൊ NSSമായി ശ്രീ രമേശ് ചെന്നിത്തല അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായ കാര്യമൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഉണ്ടെന്നുള്ളത് ശരിയാണ്. ആ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചു എന്നുള്ളത് ശരിയാണ്. രമേശ് ചെന്നിത്തലയുടെ തന്നെ അതിന് മുൻകൈയെടുത്ത്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, രണ്ടുപേരും അതിനകത്ത് താല്പര്യം മുൻകൈയെടുത്ത് കാണും. ഇങ്ങനെ അകന്നിരിക്കേണ്ട കാര്യം മുൻകൈയെടുത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല തന്നെ അതിന് മുൻകൈയെടുത്ത് ആണ് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിച്ചത്. രമേശ് ചെന്നിത്തല NSSമായി അടുക്കണമെന്ന് അങ്ങ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അത് നേരം തീർച്ചയായും അവരാകുന്നിരിക്കരുതെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം ഞാൻ രമേശോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും മാത്രമേ എനിക്ക് അതിനകത്ത്. അല്ല, അത് ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊന്നും പറയാൻ പറ്റുകയില്ല. എന്തായാലും രമേശ് ചെന്നിത്തല സ്വന്തമായിട്ട് പോയി ജനറൽ സെക്രട്ടറിയെ കണ്ട് അവർ തമ്മിൽ സെറ്റിൽ ചെയ്ത ആ സെറ്റിൽമെന്റിൽ എനിക്ക് ഒരു പങ്കുമില്ല. ഞാനും പിന്നെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സംസാരത്തെക്കുറിച്ചൊന്നും ഞാൻ പുറത്ത് ചാനലിൽ പറയത്തില്ല. സന്തോഷമുണ്ട്, തീർച്ചയായും മഞ്ഞൊരുകിയതിൽ വളരെ സന്തോഷം, നല്ല കാര്യം എന്നൊരു ചിരി മാത്രമേ ഉള്ളൂ. ആ ചിരിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെന്നിത്തല NSS മഞ്ഞുരുകലിന് കാരണമായത് PJ കുര്യൻ്റെ ഇടപെടലാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണം ലഭിച്ചത് ചെന്നിത്തല PJ കുര്യൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. PJ കുര്യൻ്റെ വസതിയിലെത്തി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ G സുകുമാരൻ നായർ യോജിച്ചില്ലെന്നും പിന്നീട് അനുകൂല നിലപാടെടുക്കുകയായിരുന്നുവെന്നുമാണ് മനസ്സിലാക്കുന്നത്. മഞ്ഞുരുകിയതിൽ സന്തോഷമെന്നാണ് PJ കുര്യൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കിപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, അങ്ങനെ ശ്രീ PJ കുര്യനാണ് ഇടനിലക്കാരനായി നിന്നത്. ആരെ ആദ്യം കണ്ടു എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇത് 11 വർഷത്തെ മഞ്ഞുരുകലിന് ആദ്യം രമേശ് ചെന്നിത്തല താല്പര്യം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ സുകുമാരൻ നായർ വഴങ്ങിയില്ല. പക്ഷേ പിന്നീട് PJ കുര്യനെ പോയി കണ്ടു. PJ കുര്യനും സുകുമാരൻ നായരും തമ്മിൽ ഈ വിഷയത്തിൽ എന്തോ ഒരു കൂടിയാലോചന നടന്നിട്ടുണ്ടാവാം. സോ എന്തായാലും PJ കുര്യൻ ഇടനിലയായി നിന്നാണ് രമേശ് ചെന്നിത്തലയെ പെരുന്നയിൽ എത്തിച്ചത് എന്ന കാര്യം വ്യക്തമാണ്, അല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തല I ഗ്രൂപ്പിൻ്റെ നേതാവും അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ A ഗ്രൂപ്പിൻ്റെ നേതാവും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വരും നാളുകളിൽ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ കേരളത്തിൽ മാറാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല PJ കുര്യൻ്റെ പുറമറ്റത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു. രാത്രി 7 മണിക്ക് ശേഷമാണ്, 8 മണിയോടുകൂടിയാണ് PJ കുര്യൻ്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയത്. അതൊരു രഹസ്യ സന്ദർശനമായിരുന്നു. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ അരമണിക്കൂറോളം സംസാരം നടന്നു. പ്രധാനമായും NSSമായി അടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് അവിടെ നടന്നത്. ഇപ്പോൾ നാം PJ കുര്യൻ്റെ പ്രതികരണത്തിൽ കേട്ടതുപോലെ രമേശ് ചെന്നിത്തല NSSമായി അടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് PJ കുര്യൻ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ PJ കുര്യൻ അക്കാര്യം രമേശ് ചെന്നിത്തലയോട് നേരിട്ട് പറയുകയും ചെയ്തു. പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ളത് NSSമായി ചില ഭിന്നതകൾ ഉള്ള ആ ഒരു സമയത്ത് ഇത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളൊരു ആശങ്ക രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് PJ കുര്യൻ്റെ ഒരു പ്രസക്തിയുള്ളത്. അങ്ങനെയാണ് PJ കുര്യനും രമേശ് ചെന്നിത്തലയും തമ്മിൽ PJ കുര്യൻ്റെ വസതിയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം അടൂരിൽ വെച്ചും ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ ആ ഒരു സങ്കേതത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ 2 സന്ദർശനവും ഇവരുടെ കൂടിക്കാഴ്ചയും അതീവ രഹസ്യമായിട്ടായിരുന്നു. പിന്നീടാണ് PJ കുര്യൻ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി ഇക്കാര്യം സംസാരിച്ചത്. പക്ഷേ അത് നാം പ്രതികരണത്തിൽ കേട്ടതുപോലെ അദ്ദേഹം അത് പ്രത്യക്ഷത്തിൽ സമ്മതിക്കാൻ തയ്യാറല്ല. എങ്കിൽ പോലും രമേശ് ചെന്നിത്തല NSSമായി അടുക്കണം എന്നുള്ള കാര്യം അത് പ്രധാനമായും PJ കുര്യൻ തന്നെയാണ് G സുകുമാരൻ നായരുടെ അടുത്ത് അവതരിപ്പിച്ചത്. നേരത്തെ തന്നെ NSS നേതൃത്വത്തിൻ്റെ ഒരു വിഭാഗം
രമേശ് ചെന്നിത്തലയെ NSSുമായി അടുപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ജി സുകുമാരൻ നായർ ഇതിനോട് അനുകൂലിച്ചിരുന്നില്ല. അവിടെയാണ് PJ കുര്യന്റെ പ്രസക്തിയുള്ളത്. പിന്നീട് PJ കുര്യൻ NSS ജനറൽ സെക്രട്ടറിയുമായി ഇക്കാര്യം സംസാരിക്കുകയും അങ്ങനെ ഒടുവിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയുമായി അടുക്കാം എന്ന ഒരു ഡീലിലേക്ക് എത്തുകയുമായിരുന്നു. അത് കൃത്യമായി തന്നെ PJ കുര്യൻ പ്രത്യക്ഷത്തിലല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ചിരിയിൽ തന്നെ അരുൺ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളുമുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും അവിടെ ആദ്യം നിശ്ചയിച്ച ഉദ്ഘാടകൻ വരാത്തൊരു സാഹചര്യത്തിൽ അവിടെ ആ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തത് പിന്നീട് നാം കണ്ടതാണ്. ഏതായാലും PJ കുര്യൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. ഒരിക്കലും UDF ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ അഭിപ്രായം, രാഷ്ട്രീയ അഭിപ്രായം പറയാം, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണെന്നാണ് PJ കുര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ ഒരു മാറ്റം, അതായത് രമേശ് ചെന്നിത്തല NSSുമായി അടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള PJ കുര്യൻ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ ഈ AI ഗ്രൂപ്പുകളുടെ സമവാക്യം മാറുന്നു എന്ന പ്രത്യേകത കൂടിയുമുണ്ട്. മറ്റൊന്ന്, ഈ രമേശ് ചെന്നിത്തലയുമായി മറ്റ് A ഗ്രൂപ്പിലെ നേതാക്കൾ കൂടി അടുക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും മുനമ്പം സമരത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്നും ഒരു കാറിൽ രമേശ് ചെന്നിത്തലയും ചാണ്ടി ഉമ്മനും ഒരുമിച്ചാണ് പോയത്. അവിടെ ചാണ്ടി ഉമ്മൻ പ്രധാനമായും ഈ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി സംസാരിച്ചുവെന്നും കോൺഗ്രസ് വൃത്തങ്ങളിൽ പറയുന്നുണ്ട്. ഏതായാലും ഇനി വരും നാളുകളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പല കോണുകളിൽ നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്. NSS നേതൃത്വവുമായി രമേശ് ചെന്നിത്തലയെ അടുപ്പിച്ചതിൽ ഒരു പ്രധാന ഘടകം PJ കുര്യൻ ആണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല.